മുഹമ്മദ് ഷാ, എന്തായാലും അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ കോടതി ഉന്നയിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ബോബിയുടെ ഭാഗത്തു നിന്ന് കണ്ടത് മുൻപെങ്കും കണ്ടിട്ടില്ലാത്ത ഒരു നീക്കമാണ്. ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങുന്നില്ല. ഇന്ന് കോടതി അസാധാരണമായ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടുണ്ട്. കോടതി പറയുന്നത് ജാമ്യം റദ്ദാക്കാനുള്ള വകുപ്പുണ്ട് എന്നാണ്. അത്തരത്തിൽ ഒരു നീക്കം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? ഇത് ഒരാൾ ജാമ്യാപേക്ഷ കോടതിയിൽ കൊടുക്കുമ്പോൾ തനിക്ക് ജാമ്യം കിട്ടാൻ അവകാശമുണ്ടെന്നും ഞാൻ ജാമ്യ വ്യവസ്ഥകളെല്ലാം അംഗീകരിച്ചുകൊള്ളാമെന്നും ഇനി ഇത്തരം കുറ്റകൃത്യം ചെയ്യില്ല എന്നും ഒക്കെ പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്ത് കോടതി ഡിസ്ക്രിപ്ഷൻ എക്സർസൈസ് ചെയ്ത ഒരാൾക്ക് ജാമ്യം കൊടുക്കുന്നു. എന്നിട്ടായിട്ട് പറയുന്നു ഞാൻ ജാമ്യം കൊടുത്താലും ഞാൻ പുറത്തിറങ്ങുന്നില്ല എന്ന് പറയുന്നു. ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇത് അവർക്ക് വാർത്ത ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുകയാണ്. ഇവർക്ക് വിസിബിലിറ്റി ഉണ്ടാകാൻ പാടില്ല. ഇതിൽ ഈ ഒരൊറ്റ ലക്ഷ്യത്തിന്റെ പുറത്ത് ചെയ്യുന്ന കാര്യം ഒരു പെൺകുട്ടി സ്ത്രീകളെ കുറിച്ച് അപമാനിതമായിട്ട് സംസാരിക്കുക, എന്നിട്ട് അത് വാർത്തയാക്കുക, അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക, ആളുകളെ തേജോധം ചെയ്യുക ഒരു സൈഡിൽ. ഒരിക്കലല്ല, സ്ഥിരമായി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അങ്ങനെ നിൽക്കുന്ന ഒരാൾ കോടതിയിൽ എത്തിയിട്ട് കോടതിയിൽ ഇരിക്കുന്നതിനെയും കൂടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇത് അതിശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇയാളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇയാൾ ഇത് നടത്തുന്ന പ്രചരണങ്ങൾ, ഇയാൾക്ക് വേണ്ടി നടക്കുന്ന പ്രചരണങ്ങളൊക്കെ കോടതിയെ അധിക്ഷേപിക്കുന്നതായി മാറുകയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും അതിനകത്ത് ശക്തമായ നടപടി വേണം. അദ്ദേഹത്തിനോട് ഒരു അഭിഭാഷകൻ, സീനിയർ അഭിഭാഷകൻ ഹാജരായി, അദ്ദേഹം വാദങ്ങൾ നടത്തി, ജാമ്യം ലഭിച്ചു, പുറത്തു വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അയാൾ പറയുന്നു ഞാൻ പുറത്തിറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് പെറ്റീഷൻ കൊടുത്തത്? എന്തിനാണ് കോടതി സമീപിച്ചത്? ഇത്തരം കാര്യം പ്രോത്സാഹിപ്പിച്ചാൽ ഒരു അനാർക്കിസത്തിലേക്ക് അത് പോകുന്നു. കോടതികളെ ബഹുമാനിക്കാൻ ആദ്യം പഠിക്കണം. അത് പഠിക്കാതെ കോടതി ഇപ്പോൾ ജാമ്യം തരാം, ജാമ്യം തരാതിരിക്കാം. കോടതി ആ ഡിസ്ക്രിപ്ഷൻ എക്സർസൈസ് ചെയ്ത് ആർട്ടിക്കിൾ 21 ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിൽക്കുന്ന കോടതി അധിക്ഷേപിക്കുന്ന ഇതൊരു തരത്തിലും എല്ലാ നിലവാരം താഴേക്ക് പോയ പണിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് വിസിബിലിറ്റി ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. മാത്രമാണ് ലക്ഷ്യം, മറ്റൊരു ലക്ഷ്യം അയാൾക്കില്ല. കോടതി പറഞ്ഞൊരു കാര്യം, അതായത് മുതിർന്ന അഭിഭാഷകരെ അപമാനിക്കുന്നത് പോലെയാണ്. അതായത് അഡ്വക്കേറ്റ് രാമൻപിള്ളയാണ് അദ്ദേഹത്തിന് വേണ്ടി ഈ ഒരു കേസ് വാദിച്ചത്. അദ്ദേഹത്തിനെ അപമാനിക്കുന്ന രീതിയിലാണ് ബോബിയുടെ നീക്കം എന്നുള്ളതാണ്. അപ്പോൾ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അക്കാര്യത്തോട് താങ്കളുടെ പ്രതികരണം ഏത് രീതിയിലാണ്? അഭിഭാഷകർ കോടതിയിൽ വാദിക്കുമ്പോൾ ഞാനെന്ന് പറഞ്ഞാണ് വാദിക്കുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ ആ കക്ഷിയായി മാറുകയാണ് അഭിഭാഷകൻ. ആ കക്ഷി പറയുന്നതാണ് അഭിഭാഷകൻ പറയുന്നത്. അങ്ങനെ പറയുന്നത് കോടതിയിൽ ഇന്നലെ പറഞ്ഞ ഓരോ വാക്കും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ വാക്കുകളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് വാദിക്കുകയും പുറത്തു വന്നിട്ട് കോടതി ജാമ്യം കൊടുത്തപ്പോൾ ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നത് എന്തൊരു കോൺട്രാഡിക്ഷനാണ് ഈ പറയുന്നത്. അത് എന്തിനു വേണ്ടി പറഞ്ഞു എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന്റെ ആക്ഷൻസ് ഒക്കെ പരിശോധിക്കപ്പെടണം. ഇദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവർത്തികളുടെയും ലക്ഷ്യം എന്താണെന്ന് പരിശോധിക്കപ്പെടണം. അത് സീരിയസ് ആയി ഇദ്ദേഹത്തെ ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്.